ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ നവംബർ മാസത്തിലെ രാശിഫലം നിങ്ങൾക്ക് ഈ മാസം എങ്ങനെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് മകം പൂരോത്തരം 3 നാളുകളാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആ ഒരു ചിത്രമുണ്ട്, അത് തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ അത് ലഭിക്കും. 3-4 ഭാവത്തിലാണ് ആദിത്യൻ. മകനക്ഷത്രത്തിൽ ശനി അഷ്ടമത്തിലാണ്, 12-ൽ വ്യാഴമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളൊരു സ്ഥിതി തന്നെയാണ് തുടർന്ന് പോകാൻ സാധ്യത. പകുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാകും. ഇപ്പോൾ ഇനിയിപ്പം പകുതി കഴിഞ്ഞല്ലോ, അപ്പം കുറച്ചും കൂടി എളുപ്പമാകും കാര്യങ്ങൾ. സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യം, അതിനുള്ള അനുമതിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഇനി തുടങ്ങാം. സഹോദരന്മാരുടെ പിന്തുണയൊക്കെ ലഭിക്കും. ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സാധിക്കും. വ്യാഴം 12-ലായതുകൊണ്ട് തന്നെ ദൈവിക സമർപ്പണങ്ങൾ, തീർത്ഥാടനമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കും. രാഹു 7-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പ്രണയത്തിലും ദാമ്പത്യത്തിലും ക്ലേശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അഷ്ടമശനി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. വാഹനം വാങ്ങാനൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അത് സഫലമാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയം. ഇപ്പോൾ ഈ മാസം തീരാൻ പോകുന്നല്ലേ, അപ്പം അങ്ങനെയാണ് കാണുന്നത്. ഇതാണ് നമുക്ക് മകത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പൂരത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പൂരനക്ഷത്രം ശുക്രൻ ബലവാനായിട്ട് സഞ്ചരിക്കുന്നു. നക്ഷത്രാധിപനായ ശുക്രൻ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലപാടുകളെ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് തന്നെ അതൊരു സ്ഥിരത ഉണ്ടാകും. ചാഞ്ചാട്ടമൊന്നും ഉണ്ടാവില്ല. കലാപരമായിട്ടുള്ള വാസനകളൊക്കെ പുഷ്ടിപ്പെടും. പാരിതോഷങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആടയാഭരണങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ സഹായങ്ങളൊക്കെ ഉണ്ടാകും. താൽക്കാലികമായി ചില ആനുകൂല്യങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം. വ്യാഴം 12-ലാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചിലവ് അധികരിക്കും. സ്വസ്ഥത കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. വീട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. വാഹനം അതായത് വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പണി നീളാൻ സാധ്യതയുണ്ട്. പക്ഷെ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞുകൊണ്ട് ഒരുപാട് നീളാൻ സാധ്യതയില്ല. തീർത്ഥാടനം സാധ്യതയുണ്ട് അതിന് പോകാൻ. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം കൈവരും. ഇതാണ് നമുക്ക് പൂരത്തിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഉത്തരനക്ഷത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ സഹകരണമൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ മുന്നോട്ട് ഇറങ്ങും കാര്യങ്ങൾക്ക് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരുപാട് ആത്മവിശ്വാസം കൂടുന്നതാണ്. കുറഞ്ഞ ചിലവിൽ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ സംഘടനാപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും. ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ പിന്തുണയൊക്കെ ഉണ്ടാവും. പക്ഷെ വേതന വർധനവിനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യത കുറവാണ്. പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് നിയമോപദേശം തേടും നിങ്ങൾ. പഴയ ആരുടെങ്കിലും പിണക്കമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറാനൊരു സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യത്തിലൊക്കെ അനുരഞ്ജനം ഉണ്ടാകും. ക്ഷേത്ര കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 നാളുകളെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്ക് നന്ദി, നമസ്കാരം.